ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതാനും ചില പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ നൽകുകയുണ്ടായി. അതുപോലെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന കാര്യം അറിയിച്ചു തന്നു. തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവുകളെ അറിയിച്ചിരുകയാണ്. ഇത്രയും ഉന്നതമായ കഴിവുകൾ അള്ളാഹുവിന് മാത്രമാണുള്ളത്. അതുകൊണ്ട് ആരാധിക്കേണ്ടതും അള്ളാഹുവിനെ മാത്രമായിരിക്കണമെന്ന കാര്യം ഇതിലൂടെ അള്ളാഹു അറിയിക്കുകയാണ്. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വഅൻസല മിനസ് സമാഇ മാഅ وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم وسخر لكم الفلك لتجري في البحر بأمره وسخر لكم الأنهار. അള്ളാഹുവാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്. ആകാശത്തു നിന്നും അള്ളാഹു ജലം ഇറക്കി. അതിലൂടെ നിങ്ങൾക്ക് ആഹാരത്തിന് വ്യത്യസ്ത ഫലവർഗ്ഗങ്ങൾ പുറപ്പെടുവിച്ചു. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം സമുദ്രത്തിൽ സഞ്ചരിക്കുന്നതിന് നിങ്ങൾക്ക് കപ്പൽ കീഴ്പ്പെടുത്തി തന്നു. നദികളും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. وَسَخَّرَ لَكُمُ الشَّمْسَ وَالْقَمَرَ دَائِبَيْنِ وَسَخَّرَ لَكُمُ اللَّيْلَ وَالنَّهَارَ. തുടർച്ചയായി സഞ്ചരിക്കുന്ന നിലയിൽ സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. രാവിനെയും പകലിനെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. وآتاكم من كل ما سألتموه وإن تعدوا نعمة الله لا تحصوها إن الإنسان لظلوم كفار. നിങ്ങൾ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നൽകി. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിയാൽ നിങ്ങൾക്ക് തിട്ടപ്പെടുത്താൻ സാധിക്കുന്നതല്ല. തീർച്ചയായും മനുഷ്യൻ വലിയ അക്രമിയും മഹാ നന്ദികെട്ടവനുമാണ്. ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവുകളെ അറിയിക്കുകയാണ്. ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്, അള്ളാഹുവാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ. ആകാശങ്ങൾ, ഈ കാണുന്ന ഭൂമി, അതിലുള്ള സകല വസ്തുക്കൾ, ഇതിനെല്ലാം സൃഷ്ടിച്ചത് അല്ലാഹു തആല മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് യഥാർത്ഥ സൃഷ്ടാവ്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പും വ്യത്യസ്തമാണ്. മനുഷ്യനൊരു കാര്യം നിർമ്മിക്കണമെങ്കിൽ അതിന് വേണ്ട സ്ഥല സൗകര്യങ്ങൾ വേണം, അതിനു വേണ്ട പദാർത്ഥങ്ങൾ വേണം. അതുപോലെ മനുഷ്യന് എന്തെങ്കിലും കാര്യം നിർമ്മിച്ചാൽ അതൊരിക്കലും പൂർണ്ണമാവുന്നതുമല്ല. വർഷങ്ങൾ മാറുന്നതനുസരിച്ച്, കാലഘട്ടങ്ങൾ മാറുന്നതനുസരിച്ച് ആ വസ്തുവിന് പുരോഗമനം ഉണ്ടാവുക എന്നുള്ളതും അപ്ഡേഷൻ ഉണ്ടാവുക എന്നുള്ളതും അത്യാവശ്യമായ കാര്യമാണ്. മനുഷ്യനുണ്ടാക്കിയ സാധനങ്ങൾ പഴകിപ്പോകും. 100 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ സാധനം ഒരിക്കലും 100 വർഷങ്ങൾക്ക് ശേഷം ആരും ഉപയോഗിക്കുന്നതല്ല. അത് പഴകിപ്പോകും. പിന്നീട് 100 വർഷത്തിന് ശേഷം എന്ത് ടെക്നോളജിയാണോ ഉള്ളത് ആ രീതിയിലുള്ള വസ്തുക്കളായിരിക്കും മനുഷ്യൻ ഉപയോഗിക്കുക. പക്ഷെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് ഒരിക്കലും അങ്ങനെയല്ല. അള്ളാഹു ഒരു വസ്തുവിനെ സൃഷ്ടിക്കാൻ സമയത്തിൻ്റെ ആവശ്യമില്ല, സ്ഥല സൗകര്യങ്ങളുടെ ആവശ്യമില്ല, പദാർത്ഥങ്ങളുടെ ആവശ്യവുമില്ല. അള്ളാഹു എല്ലാ വസ്തുക്കളെയും ശൂന്യതയിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. ഒരു പദാർത്ഥങ്ങളുമില്ലാതെ ശൂന്യതയിൽ നിന്നുമാണ് എല്ലാ വസ്തുക്കളെയും അള്ളാഹു സൃഷ്ടിച്ചത്. മനുഷ്യൻ എന്ത് സൃഷ്ടിക്കണമെങ്കിലും അതിന് വേണ്ട പദാർത്ഥങ്ങൾ അത്യാവശ്യമാണ്. അള്ളാഹുവിന് ഒരു കാര്യം സൃഷ്ടിക്കാൻ സമയത്തിൻ്റെ ആവശ്യമില്ല. വൈദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു ഉണ്ടാവുക എന്ന് പറയും, അത് ഉണ്ടാകും. വലിയ വസ്തു ഉണ്ടാക്കാൻ ധാരാളം സമയം, പ്രയാസമുള്ള കാര്യം ഉണ്ടാക്കാൻ ധാരാളം സമയം, എളുപ്പമുള്ള സാധനം ഉണ്ടാക്കാൻ കുറച്ച് സമയം, അത് മനുഷ്യൻ്റെ രീതിയാണ്. അള്ളാഹുവിനൊരിക്കലും അങ്ങനെയല്ല. അള്ളാഹുവിന് എത്ര വലിയ വസ്തുവാണെങ്കിലും ചെറിയ വസ്തുവാണെങ്കിലും പ്രയാസമുള്ള വസ്തുവാണെങ്കിലും എളുപ്പമുള്ള വസ്തുവാണെങ്കിലും എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുപോലെയാണ്. അള്ളാഹു ഉണ്ടാവാൻ ഉദ്ദേശിക്കും, ആ കാര്യം ഉണ്ടാവുന്നതാണ്. പ്രത്യേകിച്ച് സമയങ്ങളുടെയോ സ്ഥലത്തിൻ്റെയോ സൗകര്യങ്ങളുടെയോ ആവശ്യമില്ല. അല്ലാഹു തആല എല്ലാ വസ്തുക്കളെയും അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട് സൃഷ്ടിക്കുന്നവനാണ്.
ആകാശങ്ങളെയും ഭൂമിയെയും നോക്കുകയാണെങ്കിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഭൂമിയിലാണ് ഇന്നും നാം ജീവിക്കുന്നത്. ഈ കാണുന്ന വൃക്ഷങ്ങൾ, ഈ കാണുന്ന ആകാശം, ഇതെല്ലാം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ്. ഇന്നും അതിന് യാതൊരു അപ്ഡേഷൻസും വന്നിട്ടില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും വൃക്ഷങ്ങളും ഭൂമിയിലുള്ള മറ്റ് വസ്തുക്കളും ആകാശവും എല്ലാം ഉള്ളത്. പക്ഷെ ഒരിക്കലും മനുഷ്യന് അത് പഴകിപ്പോകുന്നില്ല. ഒരിക്കലും അത് ഇതിനേക്കാൾ നല്ലത് ഇങ്ങനെയായിരുന്നു എന്ന് പറയാനുള്ള വകുപ്പ് പോലും അതിനില്ല. കാരണം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് പരിപൂർണമാണ്. അതുകൊണ്ട് ആകാശങ്ങളെയും ഈ ഭൂമിയെയും ഭൂമിയിലെ സകല വസ്തുക്കളെയും സൃഷ്ടിച്ചത് അള്ളാഹു തആലയാണ്. മനുഷ്യർ അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കുന്ന വസ്തുക്കൾ, ആ വസ്തുക്കൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. സൃഷ്ടാവിനെ വിട്ടുകൊണ്ട് സൃഷ്ടികളെ നിങ്ങൾ ആരാധിക്കുക എന്നുള്ളത് വലിയ വിഡ്ഢിത്തരമാണ്. അതുകൊണ്ട് സൃഷ്ടികളെ മാറ്റിവെച്ച് സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുവാനെന്ന് ഈ ആയത്തിൽ ആദ്യമായി അള്ളാഹുവിൻ്റെ കഴിവിനെ അറിയിച്ചു തന്നുകൊണ്ട് അള്ളാഹു അറിയിക്കുകയാണ്. രണ്ടാമതായി അള്ളാഹുവിൻ്റെ കഴിവിനെ അള്ളാഹു അറിയിച്ചിരിക്കുകയാണ്. ആകാശത്ത് നിന്നും മഴയെ പെയ്യിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു എങ്ങാനും മഴ പെയ്യണ്ട എന്ന് ഉദ്ദേശിച്ചാൽ മറ്റാർക്കും മഴയെ പെയ്യിപ്പിക്കാൻ സാധിക്കുന്നതല്ല. മഴ എപ്പോൾ പെയ്യണം, എത്ര തോതിൽ പെയ്യണം, ഇത് അറിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. മനുഷ്യർക്ക് ആകാശം നോക്കിക്കൊണ്ടും അവസ്ഥകൾ നോക്കിക്കൊണ്ടും മഴ പെയ്യാനുള്ള സാധ്യതകൾ പറയാം. പക്ഷേ ഒരിക്കലും ഉറപ്പിച്ചുകൊണ്ട് ഇന്ന സമയത്ത് മഴ പെയ്യും, ഇന്ന സമയത്ത് മഴ നിൽക്കും, ഇന്ന സമയത്ത് ശക്തമായി മഴ പെയ്യും, ഇന്ന സമയത്ത് മഴയുടെ ശക്തി കുറവായിരിക്കും, ഇങ്ങനെ ഉറപ്പിച്ച് പറയാനുള്ള കഴിവ് അള്ളാഹു ഒരു മനുഷ്യരും നൽകിയിട്ടില്ല. അത് അള്ളാഹുവിന് മാത്രമാണ് അറിയുക. ഒരു സ്ഥലത്ത് എത്ര മഴ പെയ്യണം, എങ്ങനെ മഴ പെയ്യണം, ശക്തമായി പെയ്യണമോ അത് ലഘുവായി പെയ്യണമോ, എത്ര നേരം പെയ്യണം, ഇതെല്ലാം അറിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. പക്ഷേ ഇത് ഖുർആനിലൂടെ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അള്ളാഹു എങ്ങാനും വെള്ളത്തെ പിടിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തെ കൊണ്ടുവരാൻ മറ്റാരാണുള്ളത്? അള്ളാഹു തആലയാണ് ആകാശത്തു നിന്ന് മഴയെ വർഷിപ്പിക്കുന്നത്. അള്ളാഹു മഴ പെയ്യണ്ട എന്ന് ഉദ്ദേശിച്ചാൽ മനുഷ്യർ എത്ര പരിശ്രമിച്ചാലും ആ മഴയെ പെയ്യിപ്പിക്കാൻ മനുഷ്യന് സാധിക്കുന്നതല്ല. അള്ളാഹു എങ്ങാനും മഴ നിർത്തണ്ട എന്ന് ഉദ്ദേശിച്ചാൽ എത്ര പരിശ്രമിച്ചാലും മനുഷ്യന് ആ മഴയെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത്. മനുഷ്യന് മഴയെ നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിൽ ഒരിക്കലും വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതല്ല, പ്രളയങ്ങൾ ഉണ്ടാവുന്നതല്ല, മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ ശക്തമായ മഴകൾ ഉണ്ടാവുന്നതല്ല. മനുഷ്യന് ഒരു നിയന്ത്രണവുമില്ല. മഴയെ നിയന്ത്രിക്കുന്നത് അള്ളാഹു തആലയാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കുന്ന മറ്റെല്ലാ വസ്തുക്കളെയും നിങ്ങൾ നോക്കുക. ഈ ഒരു വസ്തുക്കൾക്കും മഴയെ നിയന്ത്രിക്കാനുള്ള കഴിവില്ല. മഴയെ നിയന്ത്രിക്കാനുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമാണുള്ളത്. അതുകൊണ്ട് കഴിവില്ലാത്ത, കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഈ വസ്തുക്കളെ നിങ്ങൾ ആരാധിക്കാതെ നിങ്ങൾ എല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു തആല അറിയിക്കുകയാണ്. മൂന്നാമതായി അള്ളാഹു തആല അറിയിക്കുന്നത്, അള്ളാഹു തആലയാണ് സസ്യങ്ങളെ മുളപ്പിക്കുന്നത്. ഭൂമിയിൽ നിന്നും സസ്യങ്ങളെയും ഫലവർഗ്ഗങ്ങളെയും മുളപ്പിക്കുന്നത് അള്ളാഹു തആലയാണ്. അതും ഒരിക്കലും മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ടതല്ല. മനുഷ്യന് വിത്തിടാം, മനുഷ്യന് കൃഷി ചെയ്യാം. പക്ഷേ ആ കൃഷിയിലൂടെ നല്ല ഉൽപ്പന്നം ഉണ്ടാവണമോ, ഫലം ഉണ്ടാവണമോ, അതല്ല അത് നശിച്ചു പോകണമോ, ഇതെല്ലാം തീരുമാനിക്കുന്നത് അള്ളാഹു തആലയാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ അതോ അള്ളാഹു ആണോ ഭൂമിയിൽ നിന്നും സസ്യങ്ങളെ മുളപ്പിക്കുന്നത്? മനുഷ്യന് ബാഹ്യമായ പ്രവർത്തനങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. അതിലൂടെ നല്ല സസ്യങ്ങളെ മുളപ്പിക്കുന്നതും കേടായ സസ്യങ്ങളെ മുളപ്പിക്കുന്നതും അള്ളാഹു തആലയാണ്. ഒരു സസ്യം മുളച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മനുഷ്യ പ്രയോജനം ഉണ്ടാവണമോ അതല്ല അത് നശിച്ചു പോകണമെന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹു തആലയാണ്. ഒരേ കൃഷിയിടത്ത് ചിലപ്പം ഒരു ഭാഗത്ത് നല്ല രീതിയിൽ വിളവുണ്ടാകും, ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ഫലങ്ങളുണ്ടാകും, അതിന് തൊട്ടടുത്തുള്ള ഭാഗത്ത് ഫലങ്ങൾ മോശമായിരിക്കും, കൃഷി മോശമായിരിക്കും. ചിലപ്പോൾ ഒരു മരത്തിൽ തന്നെ നല്ല ഫലങ്ങളും ഉണ്ടായിരിക്കും, മോശമായ ഫലങ്ങളും ഉണ്ടായിരിക്കും, കേടായ ഫലങ്ങളും ഉണ്ടായിരിക്കും. ചില ഫലങ്ങൾ നന്നായിരിക്കും, പക്ഷേ അത് ചില പക്ഷികൾ അതിനെ കൊത്തിക്കൊണ്ടുപോവുകയും മനുഷ്യന് പ്രയോജനമില്ലാത്ത രീതിയിലാവുകയും ചെയ്യും. അതുകൊണ്ട് ഫലങ്ങളിൽ നിന്നും മനുഷ്യന് പ്രയോജനം ലഭിക്കണമോ, പ്രയോജനം ലഭിക്കേണ്ടയോ, ആ ഫലങ്ങൾ ഭൂമിയിൽ നിന്നും മുളപ്പിക്കണമോ, മുളപ്പിക്കേണ്ടയോ, ഇതെല്ലാം തീരുമാനിക്കുന്നത് അള്ളാഹു തആല മാത്രമാണ്. മനുഷ്യൻ്റെ നിയന്ത്രണത്തിലല്ല ഫലങ്ങൾ എന്നുള്ളത്. മനുഷ്യന് അതിനു വേണ്ട ബാഹ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാം. അതിൽ നിന്നും നല്ല ഫലം ഉണ്ടാക്കണമോ, പ്രയോജനമുള്ള ഫലം ഉണ്ടാക്കണമോ, പ്രയോജനമില്ലാത്ത ഫലം ഉണ്ടാക്കണമോ എന്നുള്ളത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് ഫലങ്ങളെ മുളപ്പിക്കുന്നതും ഫലങ്ങൾക്ക് പ്രയോജനം നൽകുന്നതും അള്ളാഹു തആലയാണ്. മറ്റൊരു വസ്തുക്കൾക്കും അതിനെ നിയന്ത്രിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭക്ഷണത്തെയും നിങ്ങളുടെ വെള്ളത്തെയും നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത വസ്തുക്കളെ നിങ്ങൾ ആരാധിക്കുന്ന വിഡ്ഢിത്തരമാണ്. അതിനെ മാറ്റിവെച്ചുകൊണ്ട് ഏകനായ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുവാനെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു തആല അറിയിക്കുകയാണ്. നാലാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്, നിങ്ങൾക്ക് കപ്പലിനെ അള്ളാഹു കീഴ്പ്പെടുത്തി തന്നു.
അതുപോലെ നിങ്ങൾക്ക് നദിയെയും അള്ളാഹു കീഴ്പ്പെടുത്തി തന്നു. കടൽ, നദി, അതിലൂടെ സഞ്ചരിക്കാനുള്ള കപ്പൽ, ഇതെല്ലാം അള്ളാഹു കീഴ്പ്പെടുത്തി തന്നതാണ്. കപ്പലിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുമ്പോൾ തിരമാലകളുടെ അവസ്ഥകൾ പല രീതിയിലാണ് ഉണ്ടാവുക. ആ തിരമാലകളിലൂടെ രക്ഷിച്ചുകൊണ്ടും സുഖകരമായ രീതിയിൽ ആ കപ്പലിലൂടെ യാത്ര ചെയ്യാനും ഭാഗ്യം നൽകിയവൻ അള്ളാഹു തആലയാണ്. നമുക്കറിയാം, വലിയ വലിയ കപ്പലുകൾ എല്ലാ രീതിയിലും ഒരു പ്രയാസവും പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല എന്ന് ഗ്യാരണ്ടി നൽകിയ കപ്പലുകൾ, അങ്ങനെയുള്ള കപ്പലുകൾ പോലും മുങ്ങിപ്പോവാറുണ്ട്. കാരണം കപ്പലുകൾ നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവാണ്. കാരണം ഈ നദി, ഈ കടൽ, ഇത് അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണുള്ളത്. അതിൻ്റെ ദിശ, അതിൻ്റെ ഒഴുക്ക്, അതിൻ്റെ തിരമാലകൾ, ഇതെല്ലാം അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്. ഇതിനെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ അനുയോജ്യമായ രീതിയിൽ അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്. നിങ്ങളുടെ കപ്പൽ ഒരു കരയിൽ നിന്നും മറ്റു കരയിൽ എത്തുന്നതുവരെ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണുള്ളത്. ആ കപ്പൽ സഞ്ചരിക്കാൻ അനുയോജ്യമായ രീതിയിൽ കാലാവസ്ഥയെയും കടലിനെയും നദിയെയും നിയന്ത്രിച്ചു തരുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഇതൊന്നും നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത വസ്തുക്കളെയും ആൾദൈവങ്ങളും നിങ്ങൾ ആരാധിക്കുക എന്നുള്ളത് വലിയ വിഡ്ഢിത്തരമാണ്. അതിനെ മാറ്റിവെച്ചുകൊണ്ട് ഈ പറയപ്പെട്ട 4 കാര്യങ്ങളും നടത്തിത്തരുന്ന, 4 കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുവാനെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. നാം ആദ്യത്തിൽ ഓതിയ ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ മറ്റ് ചില കഴിവുകൾ കൂടിയും അള്ളാഹു അറിയിച്ചിരുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.